ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും ഈ പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. ഇത് പ്രതിപക്ഷത്തിന് ഊർജം പകരുന്നതാണോ? ഇതൊരു നേട്ടമാണോ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ശോഭിച്ചു തുടങ്ങി എന്ന് തന്നെ കരുതാം. കാരണം ഒരു കാര്യം ഏറ്റെടുക്കുകയും അവസാനം വരെ പിടിച്ചു നിൽക്കുകയും അതൊരു പരിണാമഗുപ്തിയിലെത്തി നിർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ചുമതല. അത് സഭയ്ക്കുള്ളിൽ അദ്ദേഹം നിർണായകമായ സമയങ്ങളിൽ പലപ്പോഴും ഹാജരാകുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ജാഗ്രത കാട്ടുന്നില്ല. പലപ്പോഴും സഭയ്ക്ക് പുറത്ത് ആവശ്യമുള്ള സമയത്ത് നീറ്റ് വിവാദമൊക്കെ കത്തി നിന്നപ്പോൾ അദ്ദേഹം രാജ്യം തന്നെ വിട്ടുപോയി എന്ന നിലയിലൊക്കെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ആളിക്കത്തുന്ന ഒരു സമീപനം, അതായത് മിന്നിയും മറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ ഒരു റോളർ കോസ്റ്റർ റൈഡാണ് രാഹുൽ ഗാന്ധിയുടേത്. പക്ഷെ അദ്ദേഹം ഏറ്റെടുക്കുന്ന ചില പോരാട്ടങ്ങൾ, ഈ വോട്ട് ചോരി പോരാട്ടം ഏറ്റെടുത്തു, വലിയ ശ്രദ്ധ ആകർഷിച്ചു. പക്ഷെ ഒരിടത്ത് പിടിച്ച് കെട്ടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്രാവശ്യം 2 പോലീസ് സ്റ്റേഷനാണ് അദ്ദേഹം കയറി ഇറങ്ങിയത്. ആദ്യ പോലീസ് സ്റ്റേഷനിൽ FIR ഇടാൻ വിസമ്മതിച്ചു. പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധി എത്തുന്നു. FIR ഇടാൻ അവിടെ കുത്തിയിരിക്കുന്നു, നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നു, അതിശക്തമായ ഇടപെടലുകൾ നടത്തുന്നു. അവിടെ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഡൽഹി പോലീസിനാവുന്നില്ല. കോടതി ഇടപെടൽ ഉണ്ടാവും അല്ല എങ്കിൽ എന്ന ഒരു ചിന്ത വരികയും അതനുസരിച്ച് പോലീസിന്, അമിത്ഷാ നയിക്കുന്ന ഡൽഹി പോലീസിനെ വഴങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ കിരീടത്തിൽ ഒരു തൂവൽ എന്ന നിലയിൽ അവിടെ വ്യാഖ്യാനം. മോഹൻ വർഗീസ്, അത് അമിത്ഷായ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു എന്ന് വരുത്തി തീർക്കുവാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുകയും ചെയ്തുവല്ലോ. കാരണം അദ്ദേഹത്തിന്റെ ബൈറ്റിൽ പറയുകയും ചെയ്തിരുന്നു, ഈ സമരം വിജയം കണ്ടതിന് ശേഷം ഹോം സെക്രട്ടറിയെയും അമിത്ഷായെയും ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ FIR എടുക്കാൻ ഡൽഹി പോലീസ് തയ്യാറായത് എന്ന്. അത് ഡൽഹി പോലീസിന്റെ കുറ്റമല്ല ഈ FIR എടുക്കാത്തത്, പക്ഷേ ആരാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന കാര്യം അറിയാമല്ലോ എന്ന ചോദ്യം ഉന്നയിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. ഇവിടെ ശ്രീ മഞ്ജുഷ്, അമിത്ഷാ ഒരു ടാർഗറ്റ് ആവുകയാണ്. കാരണം സാധാരണ നരേന്ദ്രമോദിയാണ് ടാർഗറ്റ് ആവുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം നീണ്ടുനിന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്ക് ശേഷം നിരന്തരമായി ശ്രീ അമിത്ഷായുടെ രക്തത്തിന് വേണ്ടിയുള്ള മുറവിളിയാണ് ഇവിടെ ഉണ്ടായത്. പാർലമെന്റിനകത്തെ സുരക്ഷ വലിയ രീതിയിലാണ് ആ സുരക്ഷാ ഏജൻസികളുടെ അല്ലെങ്കിൽ പോലീസിന്റെ വിളയാട്ടം ഉണ്ടായത്. അത് തെളിയിക്കാവുന്ന രീതിയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗം എന്ന് പറയുന്നത് വസ്തുതാപരമാണ്. അതിനകത്തൊരു മറച്ചുകെട്ടില്ല. ഇപ്പൊ വോട്ട് ചോരി എന്ന് പറയുന്നതിന് ഒരുപാട് ഈഫ്സ് ആൻഡ് ബട്ട്സ് ഉണ്ട്. പക്ഷെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുവോ ഇല്ലയോ, ഇത് അമിത്ഷാ പറയേണ്ട കാര്യമാണ്. ഉപയോഗിച്ചു എങ്കിലും ഉപയോഗിച്ചില്ല എങ്കിലും രണ്ടും ഒരുപോലെ തന്നെ വിഷയമാണ്. ഉപയോഗിച്ചില്ല എങ്കിൽ അത് തെറ്റാണ്. ഉപയോഗിച്ചു എങ്കിൽ ആരുപയോഗിച്ചു, ആരുത്തരവ് കൊടുത്തു. അപ്പൊ അമിത്ഷാ അവിടെ വെട്ടിലായി. അത് അടുത്ത ലെവലിലേക്ക്, തെരുവിലേക്ക്, പാർലമെന്റ് ഉന്നയിക്കാൻ പറ്റിയില്ല. അമിത്ഷായിൽ നിന്ന് മറുപടി കിട്ടിയില്ല. അവസാന ദിവസം വലിയ നാടകമൊക്കെ കളിച്ച് അവിടെ BJP തലയൂരി പോന്നു. അല്ലെങ്കിൽ കോൺഗ്രസ് അത് വേണ്ട രീതിയിൽ അത് പ്രസ് ചെയ്തില്ല എന്ന ആരോപണം കോൺഗ്രസിന് നേരെയുണ്ട്. പക്ഷെ ഈ പോരാട്ടം തെരുവിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പെല്ലറ്റ് ഗൺ എന്ന് പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ കുട്ടികൾക്കെതിരെ, ജെൻസി പ്രക്ഷോഭകാരികൾക്കെതിരെ, അത് കോക്രോച്ച് ആയിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അവിടെ ഉപയോഗിക്കുന്നു എങ്കിൽ അത് അടുത്ത ലെവലിലേക്ക് ആ പ്രതിഷേധം കൊണ്ടുപോകാം. ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ്. ആ തിരുനാളം ആളിക്കത്തിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം അതിന് തെരുവിൽ വലിയ പ്രക്ഷോഭങ്ങളായിട്ട് മാറും. അത് മാത്രമല്ല, കേന്ദ്രമന്ത്രിസഭ എക്സ്പാൻഷന് വേണ്ടി തയ്യാറെടുക്കുന്നു. പുതിയ കക്ഷികൾ ഒരുപക്ഷെ DMK കേന്ദ്രമന്ത്രിസഭയിൽ ചേർന്നേക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ പാർലമെന്ററി മെജോറിറ്റി 3/2 ഭൂരിപക്ഷം എങ്ങനെയും അടുത്ത ശീതകാല സമ്മേളനത്തോടനുബന്ധിച്ച് നേടിയെടുക്കാം എന്ന ആത്മവിശ്വാസത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പോകുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് എന്ന തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ കക്ഷികളൊക്കെ ലേശം മാറി ചിന്തിക്കില്ലേ എന്ന ഒരു രാഷ്ട്രീയ യുക്തി രാഹുൽ ഗാന്ധിക്ക് ഉള്ളതുപോലെ. ശരി, ശ്രീ അഖിൽ, ഇത് അരാജക രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് BJPക്ക് പരിഹസിക്കാം. ആ രീതിയിലുള്ള പരിഹാസവും രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഡൽഹി നഗര ഹൃദയമാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വിജയം കണ്ടത് ഇന്നത്തെ ഈ പ്രതിഷേധത്തിൽ. അല്ല, വിജയം കണ്ടു എന്ന് മഞ്ജുഷ പറയുന്നത് ആ FIR ഇട്ടു എന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ പറയുന്നത്
ഒരു സമരമുണ്ടായി, ആ സമരത്തിൽ ചില അക്രമ സംഭവങ്ങളുണ്ടായി, ആ അക്രമ സംഭവങ്ങളുടെ ഭാഗമായി കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ കേസെടുക്കുമ്പോൾ സമരത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നത് ഞങ്ങളെ ഇങ്ങനെയൊക്കെയാണ് പോലീസ് ആക്രമിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ ഈ തരത്തിലുള്ള കേസെടുക്കണം എന്നതാണ് വാദമായി ഉന്നയിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് സമരത്തിലേക്ക് പോകുന്ന സമയത്ത് അത് നിയന്ത്രിക്കുവാൻ, അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പലതരത്തിലുമുള്ള പ്രതിരോധ മാർഗങ്ങൾ അതാത് സ്ഥലത്തുള്ള ഹോം നോക്കുന്ന അല്ലെങ്കിൽ ക്രമസമാധാനം നോക്കുന്ന ആൾക്കാരൊക്കെ സ്വീകരിക്കാറുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കോൺഗ്രസ് നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടോ അല്ല. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഈ ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഈ നടത്തുന്ന നാടകങ്ങൾ, കാരണം മഞ്ജുഷു പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരു നാടകീയ നീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പക്ഷേ ഇവിടെ അല്ല, കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റവർക്ക് വേണ്ടി മാത്രമായിരിക്കണം രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടത് എന്ന് നിർബന്ധം പിടിക്കാനാവില്ല കേട്ടോ. അത് യുവാക്കളുടെ സമരമായിരുന്നു, അവിടെ പെലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നായിരുന്നു ഇതുവരെയുള്ള വാദം. പക്ഷെ അങ്ങനെയല്ല, പെലറ്റ് ഗൺ ഉപയോഗിച്ചത് വഴി അവിടെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെട്ട ഒരാളെ നേരിട്ട് ഹാജരാക്കിയാണ് രാഹുൽ ഗാന്ധി ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത് സമരത്തിൻ്റെ തീഷ്ണതയുടെ ഭാവങ്ങളിൽ എല്ലാ കാലത്തും ആൾക്കാർക്ക് പലതരത്തിലുള്ള പരിക്ക് പറ്റുന്നുണ്ട്. ഞങ്ങളുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസുകാർ നടത്തിയ അക്രമങ്ങളുടെ ഭാഗമായിട്ട് പരിക്കേറ്റവരുടെ കണ്ടു. ഞാനിപ്പോഴും ഈ കയ്യിൽ കമ്പിയുമായി നടക്കുകയാണ്. കേരളത്തിൻ്റെ പോലീസ് അടിച്ചതിൻ്റെ ഭാഗമായി ഞാനിപ്പോഴും പരിക്കുപറ്റിയ കൈയുമായി നടക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളിപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തി നീതിയുക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്ന് ഏറ്റവും വലിയ ഏജൻസി അല്ലെങ്കിൽ ഏറ്റവും വലിയ നീതിപീഠത്തിൽ നിന്ന് തന്നെ ഒരു സമിതിയെ നിയോഗിച്ച് ആ സമിതിയുടെ അന്വേഷണം നടക്കുമ്പോൾ ഡൽഹിയുടെ ഹൈക്കോടതിയുടെ അന്വേഷണത്തിന് നടക്കുമ്പോൾ ഈ ഡൽഹി ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മുകളിലാണ് ഡൽഹി പോലീസ് എന്ന് കരുതുന്ന രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ കാണുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഡൽഹിയിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണത്തിന് വേണ്ടി, ഒരു മേൽനോട്ടത്തിന് വേണ്ടി ഉന്നത സമിതിയെ നിയോഗിച്ചിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മുകളിലാണ് ഡൽഹി പോലീസ് എന്ന് പറയുന്ന ഈ മഹാനോട് ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ഞങ്ങൾ അധികമൊന്നും ഈ മനുഷ്യനെ പറയാത്തത്, ഞങ്ങളുടെ എല്ലാ കാലത്തും ചില സമയത്തൊക്കെ ഞങ്ങൾ തമാശയ്ക്കെങ്കിലും പറയാറുണ്ട്, രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പാർട്ടിയുടെ ഐശ്വര്യമാണെന്ന് ഞങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത് ഇദ്ദേഹം എങ്ങനെയാണ്, ഞാൻ പറയുന്നത് സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആൾക്കാരെ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അക്രമമേറ്റു എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതുമ്പോൾ അവർ പറയുന്ന ആ കാര്യങ്ങളെ ഒന്ന് പഠിക്കേണ്ട രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളല്ലേ, അദ്ദേഹത്തിന് കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി ഇല്ല. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയിൽ ഇതെല്ലാം ഉൾപ്പെടും. ഈ നിങ്ങളെ ആക്രമിച്ചിട്ടുള്ള ഏതെങ്കിലും പോലീസുകാരനുണ്ട് എങ്കിൽ ആ പോലീസുകാരനെ മാതൃകാപരമായി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അങ്ങനെ ആ വിദ്യാർത്ഥികൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.